നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക മേഖലയാണ്. ആ മേഖലയുടെ പേര് ഇതാണ്, NDPS ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് NDPS ആക്ട് എന്ന് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 39 വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ വന്ന ഒരു നിയമം. ആ നിയമം അത് എപ്രകാരമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ഇത് നിലവിൽ വന്നത് എന്നാണ് നമുക്ക് നോക്കാം. അല്ലേ, നിലവിൽ വന്നത് 1985 നവംബർ മാസം 14 ശിശുദിനത്തിനാണ് വന്നത്. അപ്പോൾ 1985 നവംബർ മാസം 14 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം നിലവിൽ വരുമ്പോൾ നമുക്ക് ഒരു രാഷ്ട്രപതിയുണ്ട്. ആ രാഷ്ട്രപതിയുടെ പേരാണ് ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയും. ഗ്യാനി സെയിൽ സിംഗ്. ആ ഗ്യാനി സെയിൽ സിംഗ് ആണ് ദ NDPS ആക്ടിൽ ഒപ്പുവെച്ച വ്യക്തി എന്ന് പറയുന്നത്. ഒപ്പുവെച്ചത് സെപ്റ്റംബർ 16, 1985 1985 സെപ്റ്റംബർ 16 NDPS ആക്ടിൽ ഒപ്പുവയ്ക്കപ്പെട്ടത്. ഇതിൽ 83 സെഷനുകൾ ഉണ്ടായിരുന്നു. 83 സെക്ഷനുകൾ, 83 സെഷൻ അല്ലെ, വകുപ്പുകൾ 83 സെക്ഷനുകൾ ഉണ്ടായിരുന്നു. 8 അധ്യായങ്ങളുണ്ട്, 19 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ 19 ഷെഡ്യൂളുകൾ, 8 അധ്യായങ്ങൾ, 83 സെക്ഷനുകൾ അടങ്ങുന്ന ഒരു നിയമമാണ് ദ NDPS ആക്ട് എന്ന് പറയുന്നത്. ദ NDPS ആക്ട് ഇത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം, ദ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം രൂപീകരിക്കുവാൻ കാരണമായത് ഈ നിയമമാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ 1986 മാർച്ച് മാസം 16 ദ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ന്യൂഡൽഹിയിൽ സ്ഥാപിതമായത്. 1986 മാർച്ച് മാസം 16 ഈ നിലവിൽ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. കാലത്തിനനുസരിച്ച് മാറ്റം വരും. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരാണ്? സത്യനാരായൺ പ്രധാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നയാൾ. ഈ വീഡിയോ ഇനി എടുക്കുന്ന സമയത്താണ് പറയുന്നത്. മാറ്റം ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി NDPS ആക്ട് ഭേദഗതി പലതവണ ചെയ്തിട്ടുണ്ട്. ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പലതവണ ഭേദഗതികൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഭേദഗതികൾക്ക് വിധേയമായിട്ടുള്ള വർഷങ്ങൾ 1988, 2001, 2014, 2021 എന്നീ വർഷങ്ങളിലാണ്. അപ്പോൾ 1988, 2001, 2014, 2021 എന്നീ വർഷങ്ങളിലാണ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ഭേദഗതികൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പ്രധാന വകുപ്പുകൾ ധാരാളമുണ്ട് അല്ലേ. ഇതിലെ പ്രധാന വകുപ്പുകളെക്കുറിച്ച് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിലെ അധ്യായം 1 എന്നത് പ്രതിപാദിക്കുന്നത് ഷോർട്ട് ടൈറ്റിലിനെ കുറിച്ചാണ് അല്ലെ. അധ്യായം 1 പ്രതിപാദിക്കുന്നത് ഷോർട്ട് ടൈറ്റിലാണ്. എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് എന്ന് പറയും അല്ലേ. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് ഇതാണ് അധ്യായം 1 ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം മുതലായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതാണ് അധ്യായം 1. ദ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് എന്ന് നമ്മൾ പൊതുവെ പറയും അല്ലേ. ഇത് നോക്കിയാലോ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ് ഇത് 1-ാമത്തെ അധ്യായത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഈ നിയമം ഇന്ത്യ മുഴുവനും വ്യാപകമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം ഈ പറയുന്ന ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നുള്ളത് ബാധകമാണ് എന്നാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അല്ലെ, ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരന്മാരാണ്, അവർ വിദേശത്താണെങ്കിലും അതാണ്, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും മറ്റ് യാത്രാ മാധ്യമങ്ങളിലും എല്ലാവർക്കും ഈ നിയമം, ഏത് നിയമം? ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് എന്നാണ് അധ്യായം 1 പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ചില സെക്ഷനുകൾ എന്തെല്ലാം എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലെ. ചില സെക്ഷനുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിൽ സെക്ഷൻ 19 എന്ന് പറയുന്നുണ്ട് അല്ലെ. സെക്ഷൻ 19 എന്താണ് 19-ാമത്തെ വകുപ്പ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. 19-ാമത്തെ വകുപ്പ് പ്രതിപാദിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. പോപ്പി കൃഷി, പോപ്പി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒപ്പിയമാണ് അല്ലെ. ഒപ്പിയം, കറുപ്പ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ പോപ്പി കൃഷി ചെയ്യുവാനായിട്ട് ഗവൺമെൻറ് ചില വ്യക്തികൾക്ക് ലൈസൻസ് കൊടുക്കും. കാരണം ചില മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കറുപ്പ് എന്ന് പറയുന്നത് കൃഷി ചെയ്യാറുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് നിയമപരമായിട്ട് നടത്തപ്പെടുന്ന ഒരു വ്യാപാരം തന്നെയാണ്.
നമ്മൾ പഴയ ചൈനയിലേക്ക് കറുപ്പ് യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ പോപ്പി കൃഷി ചെയ്യാനായിട്ട് ലൈസൻസ് കൊടുക്കും ചില ആളുകൾക്ക്. ആ ലൈസൻസുള്ള വ്യക്തികൾ കൃഷി നടത്തുകയും ഈ പറയുന്ന കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പ് ഗവൺമെൻറ്റിന് കൈമാറുകയുമാണ് വേണ്ടത്. എന്നാൽ ഈ വ്യക്തികൾ അനധികൃതമായിട്ട് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടോ ഈ കറുപ്പ് എന്ന് പറയുന്നത് എടുത്ത് കൈവശം വെച്ച് കഴിഞ്ഞാൽ, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 മുതൽ 20 വർഷം വരെയുള്ള തടവാണ്. മാത്രമല്ല 1 മുതൽ 2 ലക്ഷം രൂപ വരെ എന്നുണ്ട് പിഴയും കൊടുക്കുന്നുണ്ട്. ഇതാണ് സെക്ഷൻ 19 പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 24 നോക്കാം. അല്ല, സെക്ഷൻ 24 നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് പ്രതിപാദിക്കുന്ന? എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്ന്, അതായത് ചില ചികിത്സകൾക്കൊക്കെ ചില മയക്കുമരുന്നുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോട് കൂടി മാത്രം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്നും ലഭിക്കുന്ന മയക്കുമരുന്നുകൾ ഇന്ത്യക്ക് വെളിയിലുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാണ്? കച്ചവടം ചെയ്യുകയാണ്. അതായത് ഗവൺമെൻറ് അറിയാതെ വിദേശത്തു നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വിദേശിയായിട്ടുള്ള മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തുണ്ട്? ശിക്ഷയുമുണ്ട്, തടവുമുണ്ട്, പിഴയുമുണ്ട്. അത് 10 വർഷം മുതൽ 20 വർഷം വരെ തടവുണ്ട്. അല്ല, 10 വർഷം മുതൽ 20 വർഷം വരെ തടവുണ്ട്. 1 മുതൽ 2 ലക്ഷം രൂപ വരെ എന്നുള്ളതിന് പിഴയുമുണ്ട്. അപ്പോൾ 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമുണ്ട്. 10 മുതൽ 20 വർഷം വരെ എന്തുണ്ട്? തടവും ഉള്ളതാണ് ഈ പറയുന്ന സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 27A എന്താണെന്ന് നോക്കാം. അല്ല, സെക്ഷൻ 27A എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെ, അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറ്റവാളികൾക്ക് എന്ത് കൊടുക്കുക? അഭയം കൊടുക്കുക. അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുക, കുറ്റവാളികൾക്ക് അഭയം നൽകുക. ഇതാണ് ഈ പറയുന്ന സെക്ഷൻ 27A എന്ന് പറയുന്നത്. 10 മുതൽ 20 വർഷം വരെ തടവ്, അതേപോലെ തന്നെ 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഈ ഒരു കുറ്റത്തിനുള്ളത്. 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമുള്ള ഒരു കുറ്റമാണ് ഇത്. അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുക, കുറ്റവാളികൾക്ക് അഭയം നൽകുക എന്നീ കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 27A പ്രതിപാദിക്കുന്നത്. ഇനി അധ്യായം 4 നിയമലംഘനങ്ങളും പിഴകളുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിയമലംഘനങ്ങളും പിഴകളും ആണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നിയമലംഘനങ്ങളും പിഴകളുമാണ്. സെക്ഷൻ 25. അപ്പോൾ സെക്ഷൻ 25 എന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് ഫോർ അലോവിങ് പ്രിമൈസസ്, അല്ലേ? പണിഷ്മെൻറ്റ് ഫോർ അലോവിങ് പ്രിമൈസസ് എക്സെട്ര ടു ബി യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് എന്നാണ് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ അലോവിങ് പ്രിമൈസസ് എക്സെട്ര ടു ബി യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള ഒരു പരിസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷാവിധികളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അല്ലേ, കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനായുള്ള ശിക്ഷയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് വീട്, മുറി, പരിസരം, സ്ഥലം, മൃഗം, വാഹനം എന്നിവ NDPS നിയമപ്രകാരം, അല്ലെ, NDPS നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകുന്ന ഉടമയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരന് കൊടുക്കുന്ന ശിക്ഷയാണിത്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് വീടോ മുറിയോ വീടിൻ്റെ പരിസരമോ മറ്റേതെങ്കിലും സ്ഥലമോ കടത്തുന്നതിനായിട്ട് മൃഗങ്ങളെയോ വാഹനങ്ങളോ എന്നിവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വ്യക്തി അയാൾക്കുള്ള ശിക്ഷാവിധികളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനും വകുപ്പുകളുമാണ് അധ്യായം 4 നിയമലംഘന പിഴകളുമെന്ന് പറയുന്ന മേഖല. അത് സെക്ഷൻ 25 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? ദ NDPS ആക്ട് ആണ്. ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.